ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മുൻപൊക്കെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ ഇന്നിപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മുൻപന്തിൽ നിൽക്കുന്നത് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ടുള്ള പേയ്മെൻറ്റ് മാത്രമല്ല, റുപേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് UPI ലിങ്ക് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ വന്നതോടുകൂടി ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. ഇപ്പോൾ 2026 ജനുവരി വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം ഏകദേശം 115 മില്യൺ ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഇഷ്യൂ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുന്നതോറും ഇത് കൂടാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. ക്രെഡിറ്റ് കാർഡ്സ് സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫൈനാൻഷ്യൽ ടൂളാണ്. അതേസമയം നമ്മളത് റോങ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പണി തരും. പണി എന്ന് പറയുന്നത് ഡെറ്റ് ട്രാപ്പാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് വലിയ പാടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് വളരെ വേഗം റൈസ് ചെയ്യുകയാണ്. പലരും അറിയാതെ പോയാണ് ഇത്തരത്തിലൊരു ട്രാപ്പിൽ പോയി പെടുന്നത്. പലരും മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വർദ്ധിക്കുന്നു. വീണ്ടും കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ അടച്ചാലും നമ്മളുടെ ഒരു ഡെറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടുകയില്ല. പലരും ഇത് റിയലൈസ് ചെയ്യാതെയാണ് മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പിൽ പോയി പെടുന്നത്, അതേപോലെ തന്നെ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്നതിലെ ഡേഞ്ചർ എന്താണ്, അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബൈ നോ പേ ലേറ്റർ പോലെയാണ്. അതായത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്ക് സ്പെൻഡിങ് പവർ ഉണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ ട്രാവലിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും. ആദ്യം നമുക്കത് മാനേജബിൾ ആയിരിക്കും, നമുക്ക് ഉപയോഗിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാനായിട്ട് പറ്റും. മുന്നോട്ട് പോകും തോറും നമുക്ക് ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫൈനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻകത്തെ കൂടുതലായിട്ട് നമ്മൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. അറ്റ് ദ എൻഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് റീപേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും. ഇങ്ങനെ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അവിടെ ഉണ്ടാകും. അതിന് പലിശ നമ്മൾ കൊടുക്കണം. റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശ കൊടുക്കണം. ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് വളരെ ഹ്യൂജ് ആണ്. 30 മുതൽ 45% വരെയൊക്കെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ അത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് മന്ത്ലി നോക്കുമ്പോൾ അത് 3 മുതൽ 3.5% വരെയൊക്കെയാണ്. സോ അത്രയും ഇൻട്രസ്റ്റ് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇൻട്രസ്റ്റ്, അതിന് GST, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, പിന്നെ നമ്മൾ കാർഡ് ഉപയോഗിച്ച് പുതുതായിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് എല്ലാം ഇങ്ങനെ ആഡായിട്ട് വരും. മുന്നോട്ട് പോകും തോറും നെക്സ്റ്റ് മന്ത് വരും. നെക്സ്റ്റ് മന്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും റീപേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നെയും മിനിമം എമൗണ്ട് മാത്രം അടക്കും. ബാക്കി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതുപോലെ കിടക്കും. പലിശ വരും, GST വരും, പിന്നെയും നമ്മൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു ലൂപ്പിൽ പോയി പെടും. പലിശ കൂടി വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. നെക്സ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റുമെന്ന് കരുതും. പക്ഷേ നമുക്ക് അതനുസരിച്ചുള്ള വരുമാനം ഇല്ലായിരിക്കും. നെക്സ്റ്റ് മന്ത് ആകുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ചുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരും. സോ വീണ്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടുന്നത്. ഇനി എങ്ങനെയാണ് മിനിമം എമൗണ്ട് ഡ്യൂ ഒരു ട്രാപ്പായിട്ട് മാറുന്നത്? നമ്മളതിനെപ്പറ്റി ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബില്ല് എമൗണ്ട് എന്ന് കരുതുക. മിനിമം എമൗണ്ട് ഡ്യൂ 5000 രൂപയാണ്. നിങ്ങൾ ആ 5000 രൂപ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കി വരുന്ന എമൗണ്ട് വരും, അതിൻ്റെ പലിശ വരും, GST വരും, പിന്നെ നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന പുതിയ സ്പെൻഡിങ് വരും. ഇങ്ങനെ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് റീപേ ചെയ്യാനായിട്ട് ഏകദേശം 5 മുതൽ 7 വർഷം വരെ എടുത്തേക്കും. നിങ്ങൾ മൊത്തത്തിൽ 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ റീപേ ചെയ്യേണ്ടതായിട്ടും വരും. സോ ഇങ്ങനെയാണ് മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങളോളം ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി നമ്മൾ പെടുന്നത്. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, അതൊരു സർവൈവൽ ടൂൾ മാത്രമാണ്. നമുക്ക് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കാൻ, പ്രധാനമായിട്ടും നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയെ നമ്മളെ ലേറ്റ് പേയ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ് മിനിമം എമൗണ്ട് ഡ്യൂ. അല്ലാതെ എല്ലാ മാസവും മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാപ്പാണ്. ഇങ്ങനെ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ റിയാലിറ്റി ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോട്ട് ചെയ്യുക. ഓരോ ക്രെഡിറ്റ് കാർഡിലും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, മിനിമം എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പലരും പേടി കൊണ്ട് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയില്ല. നോക്കിക്കഴിഞ്ഞാൽ ടെൻഷനാകും. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയില്ല. പക്ഷേ ആക്ച്വലി അതല്ല വേണ്ടത്. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം ഓരോ ക്രെഡിറ്റ് കാർഡിലും
എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളത്, അങ്ങനെയുള്ള കൃത്യമായുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഡെറ്റ് ട്രാപ്പിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആകാനായിട്ട് സാധിക്കും. അതിനുള്ള കുറച്ച് വഴികൾ നോക്കാം. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പോയി പെട്ടുകഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പുതിയ സ്പെൻഡിങ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ക്രെഡിറ്റ് കാർഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാകും, വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. അത് കൂടുതൽ കടം വർദ്ധിപ്പിക്കാനേ കാരണമാവുകയുള്ളൂ. സോ നിങ്ങളൊരു ട്രാപ്പിൽ പോയി പെട്ടു, നിങ്ങൾ കടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ന്യൂ സ്പെൻഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കുക. ആരോടെങ്കിലും ഇവൻ കടം വാങ്ങിയാൽ പോലും അത്രയും ഒരു പലിശ ഭാരം വരികയില്ല. ആരോടെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ പണം കടം വാങ്ങിക്കൊണ്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. വേറെ ഏതെങ്കിലും ഒരു വഴി കണ്ടെത്തുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പുതിയ സ്പെൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു റീപേയ്മെൻറ്റ് സ്ട്രാറ്റജി തയ്യാറാക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നാമത്തേത് സ്നോബോൾ മെത്തേഡ് എന്ന് പറയും. ഇതൊരു സൈക്കോളജിക്കൽ ഒരു മെത്തേഡാണ്. അതായത് ചെറിയ കടങ്ങൾ ആദ്യം വീട്ടുക. ചെറിയ കടങ്ങൾ ആദ്യം വീട്ടി നമുക്ക് വലിയ കടങ്ങളിലേക്ക് എത്താം. ഒരു സൈക്കോളജിക്കൽ ഒരു ഫോർമുലയാണ്. നമ്മൾ ആദ്യം ഒരു ചെറിയ കടം നമുക്ക് വീട്ടാൻ പറ്റുന്നൊരു കടം വീട്ടുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കടം വീട്ടാനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചെറിയ കടങ്ങൾ വീട്ടി വലിയതിലേക്ക് എത്തുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാർഡ് എയിൽ 20,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ട്, കാർഡ് ബിയിൽ 50,000 രൂപ, കാർഡ് സിയിൽ 1,00,000 രൂപയാണെങ്കിൽ ആദ്യം നമ്മൾ 20,000 രൂപ റീപേ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അടുത്ത കടം വീട്ടാനായിട്ട്. സോ അങ്ങനെ റീപേ ചെയ്യുന്നൊരു മെത്തേഡാണ് സ്നോബോൾ മെത്തേഡ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് അവലാഞ്ചെ മെത്തേഡ് എന്ന് പറയും. ഇൻട്രസ്റ്റ് അനുസരിച്ച് റീപേ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണോ അത് നമ്മൾ റീപേ ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ നൽകേണ്ടി വരുന്ന വലിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏത് കാർഡിലാണോ ഉയർന്ന പലിശയുള്ളത് ആ കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആദ്യം പേ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് പലിശ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് മോട്ടിവേഷൻ മെത്തേഡ് വേണോ അല്ലെങ്കിൽ മാത്തനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് സേവ് ചെയ്തിട്ടുള്ള മെത്തേഡ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ കൃത്യമായുള്ളൊരു റീപേയ്മെൻറ്റ് മെത്തേഡ്, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാം. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് ഇൻട്രസ്റ്റിനേക്കാൾ കുറവായിരിക്കും നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന പലിശ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പലിശ കുറക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വഴിയാണ് ബാലൻസ് ട്രാൻസ്ഫർ. ചില കാർഡിലൊക്കെ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ടാകും. ചില കാർഡൊക്കെ ആണെങ്കിൽ 6 മാസത്തേക്കൊക്കെ ആണെങ്കിൽ 0% ഇൻട്രസ്റ്റിൽ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹ്യൂജ് ഇൻട്രസ്റ്റ് ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ള ആ കാർഡിൽ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നെക്സ്റ്റ് കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് പലിശ ഭാരം കുറക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു റീപേയ്മെൻറ്റ് കാലാവധിയിൽ കൃത്യമായിട്ട് റീപേ ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു ഭാരം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർഡ് ഉപയോഗിച്ചുള്ള പുതിയ സ്പെൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേറെ ഒരു വഴിയുമില്ല, വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഡെറ്റ് ആണുള്ളത്, ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ആണുള്ളതെങ്കിൽ പേഴ്സണൽ ലോൺ വേണമെങ്കിൽ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആനുവലി 16 മുതൽ 18% വരെയൊക്കെയാണ്. അതേസമയം ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് 45% വരെയൊക്കെ വരുന്നുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ് ഡെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പലിശ കുറവ് പേഴ്സണൽ ലോണിനാണ്. സോ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പലിശ ഇനത്തിൽ നൽകേണ്ടി വരുന്ന വലിയൊരു എമൗണ്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് വീണ്ടും പഴയ പോലെ ഡെറ്റിൽ പോയി പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. മറ്റൊന്ന്, നിങ്ങളുടെ വരുമാനം കൂട്ടാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ആ രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കുക. ഫ്രീലാൻസ് വർക്ക് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് സെല്ല് ചെയ്തുകൊണ്ടോ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോണസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടോ നിങ്ങളുടെ ഒരു ഇൻകം കൂട്ടുക. ആ വരുമാനം ഉപയോഗിച്ച്, അഡീഷണൽ വരുമാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് കടം വേഗത്തിൽ വീട്ടാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി നോക്കുക. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എക്സ്ട്രാ ഇൻകം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ചിലവാക്കാനായിട്ട് ഉപയോഗിക്കാതെ ആദ്യം കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഡെറ്റ് ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. നിങ്ങൾ ഡെറ്റ് ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് പുതിയ ലോണോ അല്ലെങ്കിൽ കാർഡോ ഒന്നും എടുത്ത് അത് ഉപയോഗിച്ചൊന്നും സ്പെൻഡ് ചെയ്യാതിരിക്കുക. ബൈ നോ പേ ലേറ്റർ സർവീസൊക്കെ ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക. ലേറ്റ് പേയ്മെൻറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ യൂട്ടിലൈസേഷൻ കുറച്ച് നിർത്തുക. നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 30% താഴെ മാത്രമായിട്ട് കീപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടാൻ കാരണമാകും. അത് മാത്രമല്ല ഓവർ സ്പെൻഡിങ് തടയാനും കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക. റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എമൗണ്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം നിയന്ത്രിച്ച് നിർത്തുക. നിങ്ങൾക്ക് ഓവർ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാക്സിമം ഒരു 2 ക്രെഡിറ്റ് കാർഡ് മാത്രമൊക്കെ ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും ഫുൾ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക. മിനിമം എമൗണ്ട് ആദ്യം പറഞ്ഞ രീതിയിൽ ഒട്ടും പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലാതെ അതൊരു മെത്തേഡായിട്ട് കാണാതിരിക്കുക. പിന്നെ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് വെക്കുക. ഒരു 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ടെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ എന്തെങ്കിലും
ഡെറ്റിൽ പോയി പെട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഇറങ്ങി പോരാനായിട്ട് ഈ ഒരു എമർജൻസി ഫണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെറ്റിൽ പോയി പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി